വർഷം, കൃത്യമായി പറഞ്ഞാൽ 2920 ദിവസങ്ങൾ ഒരു കുഞ്ഞിനായി മായയും ഹസ്ബൻഡും കാത്തിരുന്നത് അത്രയും കാലമാണ്. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ ഹോസ്പിറ്റലുകളിൽ കൊടുത്തു. പരീക്ഷണങ്ങൾക്കിടയിൽ സ്വന്തം ശരീരം തളർന്നു. 3 തവണ പരാജയപ്പെട്ട IVF ട്രീറ്റ്മെന്റിന് ശേഷം അവർ ഉറപ്പിച്ചു ഇനി തങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവില്ല. പക്ഷേ ഇന്ന് മായ 5 മാസം പ്രഗ്നന്റ് ആണ്, അതും ഒരു മരുന്നുമില്ലാതെ, തികച്ചും നാച്ചുറലി. സയൻസിനെ പോലും അമ്പരിപ്പിച്ച ഈ അത്ഭുതം എങ്ങനെ സംഭവിച്ചു? നമ്മുടെ അടുക്കളയിലുള്ള വെറും 20 രൂപയുടെ ഒരു പദാർത്ഥത്തിന് ഗർഭധാരണത്തിൽ ഇത്ര വലിയ പങ്കുണ്ടോ? മായയുടെ ജീവിതം മാറ്റിയ ആ ഒരു രഹസ്യം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെളിപ്പെടുത്തുന്നു. മായയുടെ പ്രശ്നങ്ങൾ നിസ്സാരമായിരുന്നില്ല. എൻഡോമെട്രിയോസിസ് എന്ന വേദനയേറിയ അവസ്ഥ, കൂടെ വളരെ കുറഞ്ഞ AMH, ലോ എഗ് റിസർവ്. ഡോക്ടർമാർ പോലും കൈവിട്ട കേസ്. ഓരോ തവണ IVF ഫെയിലിയർ ആകുമ്പോഴും മായ അനുഭവിച്ച മാനസിക വിഷമം വിവരിക്കാനാവില്ല. പലപ്പോഴും നമ്മൾ ഹോർമോൺ ഇഞ്ചക്ഷനുകൾക്ക് പിന്നാലെ ഓടും. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അഗ്നി അല്ലെങ്കിൽ ഇന്റേണൽ ഹീറ്റ് പ്രഗ്നൻസിയെ തടയുന്നുണ്ടെന്ന് ആരും പറഞ്ഞു തരില്ല. വേനൽക്കാലത്തും അല്ലാതെയും ശരീരത്തിലുണ്ടാകുന്ന അമിതമായ ചൂട് ബീജത്തെയും അണ്ടത്തെയും നശിപ്പിക്കും. ഇവിടെയാണ് മായ തന്റെ ജീവിതത്തിലേക്ക് ഗോൺ കദീര എന്ന അത്ഭുതത്തെ സ്വീകരിച്ചത്. എന്താണ് ഗോൺ കദീര? ഈ പേര് കേട്ടിട്ട് നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. ഇതൊരു നാടൻ മരുന്നല്ല, മറിച്ച് മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വാഭാവികമായ ഒരു കറയാണ്. ഇതിനെ സൂപ്പർ കൂളൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഗർഭപാത്രത്തിലെ ചൂട് കുറച്ച് എംബ്രിയോസിനെ നന്നായിട്ട് ഇംപ്ലാന്റ് ആകാൻ ഇത് സഹായിക്കും. ഈസ്ട്രജൻ അളവ് കൃത്യമാക്കി എൻഡോമെട്രിയോസിസ് പോലുള്ള പ്രശ്നങ്ങളെ ഇത് നിയന്ത്രിക്കും. ബീജത്തിന്റെ കട്ടിയും വേഗതയും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ലക്ഷങ്ങൾ മുടക്കിയാലും ലഭിക്കാത്ത ഫലം വെറും 20 രൂപയുടെ ഈ നാടൻ വിദ്യയിൽ ഉണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, വിശ്വസിച്ചേ പറ്റൂ. അതാണ് മായയുടെ ഗർഭപാത്രത്തെ ഒരു കുഞ്ഞിന് വളരാൻ പാകത്തിന് ഒരുക്കിയത്. പക്ഷേ ഇത് വെറുതെ അങ്ങ് കഴിച്ചാൽ പോരാ, ഇത് തയ്യാറാക്കുന്നതിന് കൃത്യമായ ഒരു രീതിയുണ്ട്. അത് തെറ്റിയാൽ ഫലം കിട്ടില്ല. എങ്ങനെയാണെന്ന് നോക്കാം. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 2 ചെറിയ കഷ്ണം ഗോൺ കദീര എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ അത് വെള്ളം മുഴുവൻ വലിച്ചെടുത്ത് മനോഹരമായ ഒരു ക്രിസ്റ്റൽ ജെല്ലി പരുവത്തിനായിട്ടുണ്ടാകും. ഈ ജെല്ലിയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനീയത്തിൽ ചേർക്കാവുന്നതാണ്. അല്പം മോരിലോ പാലിലോ ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കുടിക്കാവുന്നതാണ്. മധുരം വേണമെന്നുണ്ടെങ്കിൽ പനം കൽക്കണ്ടം മാത്രം ഉപയോഗിക്കുക. വൈറ്റ് ഷുഗർ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഒരു നിമിഷം, ഇവിടെ വരെ കേട്ട് ഉടനെ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു നിമിഷം എനിക്ക് തരൂ. കാരണം ഈ വീഡിയോ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകുന്നവർ വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. അതെ, ഗോൺ കദീര ഒരു അത്ഭുത മരുന്ന് തന്നെയാണ്. പക്ഷേ ഒരു ചെറിയ തെറ്റ്, നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയ അബദ്ധം മതി പ്രഗ്നൻസി എന്ന നിങ്ങളുടെ സ്വപ്നം ഇല്ലാതാക്കാൻ. മായ ഈ ഒരു കാര്യം കഴിച്ചു വിജയിക്കാൻ കാരണം അവൾ ഈ പറയുന്ന 4 ഗോൾഡൻ റൂൾസ് അക്ഷരം പ്രതി അനുസരിച്ചു എന്നതാണ്. പല സ്ത്രീകളും ഈ തെറ്റുകൾ ചെയ്ത് അബദ്ധത്തിൽ ചാടാറുണ്ട്. ആ തെറ്റുകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സാധാരണ സൂപ്പർ കൂളൻ മാത്രമല്ല, ഇത് ഉപയോഗിക്കുന്ന സമയവും അളവും തെറ്റിയാൽ ഗുണത്തേക്കാൾ ഏറെ അത് നിങ്ങളുടെ ശരീരത്തിന് വലിയ ദോഷം ചെയ്യും. നിങ്ങളുടെ ഗർഭപാത്രത്തെ അമിതമായി തണുപ്പിച്ചാൽ ഭ്രൂണം അവിടെ പറ്റിപ്പിടിക്കാതെ നശിച്ചു പോകാൻ വരെ അത് കാരണമാകും. പലരും വരുത്തുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണിത്. പ്രത്യേകിച്ച് രാത്രിയിലോ നിങ്ങളുടെ പീരീഡ് സമയത്തോ ഇത് ഉപയോഗിച്ചാൽ വലിയ അപകടമാണ് കാത്തിരിക്കുന്നത്. മായ ഇതെങ്ങനെയാണ് ഏത് സമയത്താണ് കൃത്യമായി ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കാതെ ദയവായി ഈ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്തു പോകാൻ പാടില്ല. കാരണം ആ ഒരു ചെറിയ തെറ്റുമതി നിങ്ങളുടെ ഗർഭധാരണം എന്ന സ്വപ്നം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ. മായയുടെ ആ കൃത്യമായ ടൈം ടേബിൾ ആണ് ഞാൻ ഇനിയും പറയാൻ പോകുന്നത്. മായ ചെയ്തതുപോലെ കൃത്യമായിട്ടുള്ള ഫലം കിട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതാണ്, ഇത് വെള്ളത്തിലിടുമ്പോൾ വളരെ കുറഞ്ഞ അളവ് മാത്രം എടുക്കുക. 2 ചെറിയ ക്രിസ്റ്റലുകൾ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടാൽ തന്നെ അത് ഗ്ലാസ് നിറയെ ജെല്ലി ആയിട്ട് മാറും. അമിതമായാൽ അമൃതും വിഷം എന്ന് ഓർക്കുക. അതുപോലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഇത് കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വൈകുന്നേരം 4 മണിക്ക് ശേഷം ഗോൺ കദീര ഉപയോഗിക്കരുത്. ഇത് ശരീരത്തെ അമിതമായിട്ട് തണുപ്പിക്കുന്നത് കൊണ്ട് രാത്രിയിൽ ഇത് കുടിക്കുന്നത് ദഹന പ്രശ്നങ്ങൾക്കും കഫക്കെട്ടിനും കാരണമാകും. പീരീഡ് സമയത്ത് നമ്മുടെ ഗർഭപാത്രത്തിന് ചൂടാണ് ആവശ്യം. ആ സമയത്ത് ഇത് കഴിക്കുന്നത് രക്തപ്രവാഹം കുറയ്ക്കാനും ഗർഭധാരണ സാധ്യതയെ ദോഷകരമായി ബാധിക്കാനും ഇടയാക്കും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. മായ ഇന്ന് 5 മാസം ഗർഭിണിയാണ്. 6ാം വർഷം പരാജയപ്പെട്ട IVFന് ശേഷം അവൾ തളർന്നിരുന്നുവെങ്കിൽ ഇന്ന് ആ കുഞ്ഞു ജീവൻ അവളുടെ ഉള്ളിൽ തുടിക്കില്ലായിരുന്നു. നിങ്ങൾക്കും ഇതുപോലെ ഒരു അത്ഭുതം സംഭവിക്കാം.
നിങ്ങളുടെ റിപ്പോർട്ടുകളിൽ എന്ത് തന്നെ എഴുതിയിരുന്നാലും നിങ്ങളുടെ മനസ്സിനെ ആദ്യം തണുപ്പിക്കുക, പ്രകൃതിയിലേക്ക് മടങ്ങുക. ഓർക്കുക, മായയ്ക്ക് സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടാകും, ഈ ഗോൺ കതീര എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുന്നതെന്ന്. മായ ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. സാധാരണയായി എല്ലാ ആയുർവേദ കടകളിലും പച്ചമരുന്ന് കടകളിലും ഇത് ഗോൺ കതീര അല്ലെങ്കിൽ നറുനീണ്ടി പശ എന്ന പേരിൽ ലഭ്യമാണ്. ഇനി നിങ്ങൾക്ക് കടകളിൽ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ സൈറ്റുകളായ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഇത് സുലഭമാണ്. വാങ്ങുമ്പോൾ എഡിബിൾ ഗം അല്ല എന്ന് ഉറപ്പ് വരുത്തുക. പകരം ഗോൺ കതീര എന്ന് തന്നെ നോക്കി വാങ്ങുക. ഞാൻ ഇവിടെ ടാഗ് പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്തേക്കാം, അവിടുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. മായയുടെ ഈ പോസ്റ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളെപ്പോലെ വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് ഇതൊരു പ്രചോദനമാകാൻ വേണ്ടിയാണ്. ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ അത്ഭുതം നടക്കാൻ ഇനി അധികം ദൂരമില്ല. മായയുടെ കമൻറ്റ് ഒന്നുകൂടി വായിച്ചു നോക്കൂ. പ്രത്യാശ കൈവിടരുത്. ലക്ഷങ്ങൾ ചിലവാക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഇത്തരം ചെറിയ കാര്യങ്ങളാണ് പലപ്പോഴും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് 1% ഉപകരിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾ കൂടി എത്തിക്കാൻ സഹായിക്കുക. നിങ്ങളുടെ ഒരു ലൈക്ക് ഷെയറും നിരാശയിലായ ഒരു കുടുംബത്തിന് വലിയൊരു വെളിച്ചമായേക്കാം. ഇതുപോലെയുള്ള കൂടുതൽ രഹസ്യ കൂട്ടുകൾക്കായി നമ്മുടെ കുടുംബത്തിൽ അംഗമാകാൻ നിങ്ങൾ മറക്കരുത്. മായയുടെ ജീവിതത്തിൽ ആ അത്ഭുതം സംഭവിച്ചു. ഇനി അടുത്ത ഊഴം നിങ്ങളുടേതാണ്. ഈ മാസം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ 2 ചുവന്ന വരകൾ കാണാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. ആ നിമിഷം നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിൽ കാണുന്നുവെങ്കിൽ ഞാനും വിജയിച്ചു എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആ ശുഭവാർത്ത കേൾക്കാൻ നമുക്ക് വീണ്ടും കാണാം. അതുവരെ പ്രത്യാശയോടെ ഇരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഓടുന്നുണ്ടാകും അല്ലേ? ഇതെവിടെ കിട്ടും എന്നുള്ള ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഷുഗർ ഉള്ളവർക്ക് കുടിക്കാമോ എന്നൊക്കെ. മായയുടെ ലൈഫ് ചേഞ്ചിങ് സ്റ്റോറിയിൽ അവൾ നേരിട്ട അതേ സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകാം. അതിനുള്ള മറുപടി അറിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഈ യാത്ര പൂർണ്ണമാകൂ. നമുക്ക് നോക്കാം. എല്ലാം ഗോണ്ടും ഒന്നാണോ? ഒരിക്കലുമല്ല. കടയിൽ പോയി ഗോണ്ട് എന്ന് മാത്രം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ചൂട് നൽകുന്ന സാധാരണ പശയാകാം. നമുക്ക് വേണ്ടത് ഗോൺ കതീരയാണ്. ഇത് വെള്ളത്തിലിട്ടാൽ ഐസ് ജെല്ലി പോലെ മാറും, മറ്റേത് വെള്ളത്തിൽ അലിഞ്ഞു പോകും. ഈ മാറ്റം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കാശ് വെറുതെയാകും. ഷുഗർ ഉള്ളവർക്ക് പേടിക്കണോ? മായയുടെ കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവൾ കൃത്യമായിട്ട് ഇത് പാലിച്ചിരുന്നു. പ്രമേഹമുള്ളവർക്ക് ഇത് അമൃതമാണ്. പക്ഷേ ഒരു നിബന്ധന മാത്രം, പഞ്ചസാരയ്ക്ക് പകരം പനം കൽക്കണ്ടം മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഇത് നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനാണ് സഹായിക്കുക, കൂട്ടാനല്ല. രാത്രി കുടിച്ചാൽ എന്ത് സംഭവിക്കും? ഇതാണ് ഏറ്റവും വലിയൊരു അപകടം. പലരും രാത്രി കിടക്കുന്നതിന് മുൻപ് ഇത് കുടിക്കാറുണ്ട്. അതരുത്. ഇതൊരു പവർഫുൾ കൂളൻ്റ് ആണ്. രാത്രി കുടിച്ചാൽ കടുത്ത ജലദോഷവും ശ്വാസമുട്ടലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് 4 മണിക്ക് മുൻപ് മാത്രം ഉപയോഗിക്കുക. മായയുടെ ടൈം ടേബിൾ അതായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഗോൺ കതീരയുടെ ലിങ്ക് താഴെ ഞാൻ വ്യൂ പ്രൊഡക്ട്സിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഗുണമേന്മയുള്ളത് മാത്രം നോക്കി വാങ്ങിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മീരയ്ക്ക് സാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കില്ല? ഈ വീഡിയോ വെറും ഒരു വീഡിയോ ആയിട്ട് കാണരുത്. നിരാശയിൽ കഴിയുന്ന ഒരുപാട് പേർക്ക് ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കൂ. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ ആഗ്രഹം ഈശ്വരൻ കേൾക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അംഗമാകൂ. വരും ദിവസങ്ങളിൽ ഇനിയും ഇതുപോലുള്ള അത്ഭുതങ്ങൾ പങ്കുവയ്ക്കാം. ആ ബെല്ലൈക്കൺ അടിച്ചോളൂ. ഇനി നമുക്ക് ഒന്നിച്ച് വിജയിക്കാം. നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സപ്പോർട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് സ്ക്രീനിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ് തന്നെ വാട്സപ്പിലൂടെ കണക്റ്റ് ആകാവുന്നതാണ്. നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയിലൂടെ വീണ്ടും വേഗം തന്നെ കാണാം. അതുവരേക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്. ബൈ.